കർത്താവിന്റെ മുൻപോട്ട് കടന്നു വന്ന് ദൈവത്തിൽ സംസാരിക്കും. അതിനുശേഷമായിട്ട് ബാബുക്കും ഭാഷ പ്രാർത്ഥിക്കും. തുടർന്നുള്ള സമയങ്ങൾ IPFയിലെ ദേവദാസന്മാരിലുണ്ട്, അവർ എടുക്കുന്നതായിരിക്കും. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ദൈവനെ ശുശ്രൂഷയ്ക്കായി പ്രധാനദാസൻ ചെറിയാൻമേലെടുത്ത് ക്ഷണിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് 1-ാം അധ്യായത്തിൽ നിന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ മഹത്വം, 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ മഹത്വം. ഹല്ലേലൂയ. അഗ്നിയാലക്കൊത്ത കണ്ണുകളുള്ളവൻ, ഉലയിൽ കാഴ്ച വെള്ളോടിന് സദൃശ്യമായ കാലുകളുള്ളവൻ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവന്, മാറത്ത് പൊങ്കച്ച കെട്ടിയവന്, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവൻ. അങ്ങനെ യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ചെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് നാം കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. വീണ്ടും 2-3 അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന 7 സഭകളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ അഭിപ്രായങ്ങൾ, കർത്താവിൻ്റെ വിമർശനങ്ങളും കർത്താവിൻ്റെ ഹല്ലേലൂയ അഡ്വൈസും എല്ലാം അവിടെ നമ്മൾ 7 സഭകളെക്കുറിച്ചുള്ളത് നമ്മൾ കാണുവാൻ ഇടയായി തീർന്നു. തുടർന്ന് വീണ്ടും ഇന്ന് 4-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമല്ലോ. 1 മുതൽ 4 വരെ, 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. പിന്നെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ച വില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നത് യോഹന്നാനെ സ്വർഗത്തിലേക്ക് വലിച്ചെടുക്കുന്നതായിട്ടാണ്, അല്ലെങ്കിൽ സ്വർഗം തുറന്നു കൊടുക്കുന്നതായിട്ട് അവിടെ കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പോകുമ്പോൾ അവിടെ യാക്കോബിന് സ്വർഗം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. യാക്കോബ് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിലൂടെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതെല്ലാം യാക്കോബിന് കാണിച്ചു കൊടുത്തു. അതുപോലെ സ്വർഗത്തിൻ്റെ ദർശനങ്ങൾ സ്തേഫാനോസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്തേഫാനോസ് കണ്ടു, ഐസിയാവ് കണ്ടിട്ടുണ്ട്, എസ്കിയേൽ കണ്ടിട്ടുണ്ട്, അതുപോലെ ദാനിയേൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ വളരെ അനുഗ്രഹീതരായ ദേവദാസന്മാരൊക്കെയും കർത്താവിൻ്റെ സ്വർഗം, സിംഹാസനം, ഇതെല്ലാം അവർ കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഹല്ലേലൂയ യോഹന്നാന് കാണിച്ചു കൊടുത്തതുപോലെ ഹല്ലേലൂയ മറ്റുള്ള എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കുവാൻ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗം അവിടെ കണ്ടത്, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ സ്വർഗത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു സിംഹാസനമാണ്. ഹല്ലേലൂയ. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവന്. രണ്ടാമത് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് വർഷിപ്പ്, അത് ആരെയാണ് വർഷിപ്പ് ചെയ്യുന്നത്? അത് കർത്താവായ യേശു ക്രിസ്തുവിന്, അറുക്കപ്പെട്ട കുഞ്ഞാടിനാണ് അവിടെ എല്ലാവരും നമസ്കരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഗിവിങ് ഗ്ലോറി ടു ഗോഡ് എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒരു സിംഹാസനം കണ്ടു. അതുപോലെ അവിടെ വർഷിപ്പ് ചെയ്യുവാനായിട്ട് ആ സിംഹാസനത്തിൽ വർഷിപ്പ് ചെയ്യുന്നവർ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന കുഞ്ഞാടിനാണ് വർഷിപ്പ് ചെയ്യുന്നത്, നമസ്കരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് ഓണറും
മഹത്വവും, ഗ്ലോറി ആൻഡ് ഹോണർ ടു ഗിവ് ടു ഗോഡ്. അതാണ് അതിൻ്റെ പർപ്പസ് അവിടെ നാം കാണുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ ആ സിംഹാസനം സ്വർഗം തുറക്കുന്നതിന് മുമ്പേ യോഹന്നാൻ ആത്മാവിൽ നിറയുകയും യോഹന്നാൻ്റെ സ്പിരിറ്റ് ഓപ്പൺ ആകുകയും ചെയ്തു. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സ്പിരിറ്റ് ഓപ്പൺ ആയപ്പോഴാണ് ആ സിംഹാസനം, സ്വർഗത്തിൻ്റെ സിംഹാസനം കാണുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ സ്പിരിറ്റിൽ നടക്കുന്നവർക്ക് മാത്രമേ ആ ദൈവത്തിൻ്റെ സിംഹാസനം കാണുവാൻ കഴിയുള്ളൂ. സ്പിരിറ്റ് ഫിൽഡ് ബിലീവേഴ്സ് ക്യാൻ ഓൺലി സീ ദ ത്രോൺ ക്ലിയർലി. ഹല്ലേലൂയ എന്നാണ് അതിൻ്റെ ആത്മീയാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം യോഹന്നാൻ ഞാൻ ആത്മാവിലായപ്പോൾ സ്വർഗത്തിലെ സിംഹാസനം കാണുവാൻ ഇടയായി തീർന്നു. ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദവും കേൾക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും സ്പിരിറ്റ് ഫിൽഡായിട്ട് നടക്കുകയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സിംഹാസനം കാണുവാനും ദൈവത്തെ കാണുവാനും നമുക്ക് കഴിയും. ദർശനങ്ങൾ ദൈവം തരുവാനിടയായി തീരും. ഹല്ലേലൂയ. അത് കഷ്ടതയുടെ അനുഭവത്തിൽ പോകുമ്പോഴും പീഡനത്തിൻ്റെ അനുഭവത്തിൽ പോകുമ്പോഴും എല്ലാം ദൈവം തൻ്റെ സിംഹാസനം, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് അറിയിക്കുവാൻ തക്കവണ്ണം ആ ദൈവത്തിൻ്റെ സിംഹാസനം കാണുവാനിടയായി തീരും. ദൈവത്തിന് വേണ്ടി സാക്ഷിയാകുവാൻ പലർക്കും ഭയമാണ്. ഹല്ലേലൂയ. കാരണം ഇത് ശരിയാണോ എന്നൊരു ചിന്ത ചിലരുടെയൊക്കെ പിന്നാമ്പുറത്തുനിന്ന് ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് വേണ്ടി സാക്ഷിയായാൽ ഇതിൽ പറഞ്ഞതുപോലുള്ള ആ കിരീടങ്ങളൊക്കെ പ്രാപിക്കുമോ, ഈ ദൈവമുണ്ടോ എന്നൊക്കെ വളരെ ചുരുക്കം ചിലർ ചിന്തിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം അവിടെ സ്തേഫാനോസ് രക്തസാക്ഷിയായപ്പോൾ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് ഫിൽഡായിട്ട് നടക്കുന്നവർക്ക് മാത്രമേ, സ്പിരിറ്റ് ഫിൽഡായിട്ട് നടക്കുന്നവർക്ക് മാത്രമേ ഈ ദൈവത്തിൻ്റെ സിംഹാസനം കാണുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ദ സോവറിനിറ്റി ആൻഡ് ഗ്ലോറി ഓഫ് ഗോഡ് റിവീൽഡ് ഇൻ ഹെവൻ വർഷിപ്പ്. അപ്പോൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ ആ സോവറിനിറ്റി, ആ ദൈവത്തിൻ്റെ ആ വലിയ സോവറിനിറ്റി, അധികാരത്തിലെ മജസ്റ്റിയിൽ ദൈവം ഇരിക്കുന്നത് എന്നതും ഹല്ലേലൂയ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കാണുവാൻ ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. അതുപോലെ സ്വർഗത്തിൽ എല്ലാം ഒരു പോയിന്റിന് ചുറ്റും കിടന്ന് കറങ്ങുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. അതായത് ഈ സ്വർഗ സിംഹാസനത്തിന് ചുറ്റും ഹല്ലേലൂയ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കിടന്ന് കറങ്ങുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അത് ഏതെങ്കിലും ഒരു മനുഷ്യന് ചുറ്റും കറങ്ങുന്നതല്ല. ഹല്ലേലൂയ. അത് ഏതെങ്കിലും ദൂതന്മാർക്ക് ചുറ്റും കറങ്ങുന്നതായിട്ടല്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാവശ്യങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നതായിട്ടല്ല അവിടെ കാണുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അവിടെ ആ കറങ്ങുന്നത് ദൈവത്തിൻ്റെ പ്രസൻസിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ആ സിംഹാസനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസൻസാണ്. ആ ദൈവത്തിൻ്റെ പ്രസൻസിന് ചുറ്റുമാണ് കറങ്ങുവാൻ ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. കുവൈറ്റിലൊക്കെ ഒരു ടവറുണ്ട്. ആ ടവറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ഈ ടവറിൻ്റെ നടുക്കും അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചെയറും ടേബിളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും ഫുഡോ വല്ലതും മേടിച്ച് ഈ ചെയറിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചെയറും ഈ ടേബിളും എല്ലാം പതുക്കെ മുന്നിലേക്ക് കറങ്ങി നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വളരെ സമയം കൊണ്ട് അത് ഒരു റൗണ്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് അവിടെ തന്നെ ഇരിക്കുക എന്ന രീതിയിൽ ആ സിംഹാസനം അവിടെ തന്നെ ഇരിക്കുക. എന്നാൽ ഈ സിംഹാസനത്തിന് ചുറ്റും ഉള്ള മറ്റുള്ള 24 സിംഹാസനങ്ങൾ അത് പ്രധാനപ്പെട്ട സിംഹാസനത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി കാണാം. സ്വർഗത്തിലുള്ളത് എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിന് ചുറ്റും, ആ മഹത്വത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് യോഹന്നാൻ അവിടെ കണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സിംഹാസനം കണ്ടു. അവിടെ ഒരു സിംഹാസനം ഇരിക്കുന്നത് കണ്ടു. ആ സിംഹാസനത്തിന് ഒരുത്തിന് ഇരിക്കുന്നത് കണ്ടു എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഇത് സഫറിങ് ആയിട്ടുള്ള എല്ലാ ചർച്ചുകൾക്കുമുള്ള ഒരു ആശ്വാസമായത്. എല്ലാ സഫറിങ് ചർച്ചിനും
അതുപോലെ എല്ലാ സഫറിങ് പാസ്റ്റേഴ്സിനുമായിട്ടുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ വാക്കാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. സഫറിങ് ഫാമിലികളുണ്ട്, അതുപോലെ ഹല്ലേലൂയ സഫറിങ് കൺട്രി ഉണ്ട്, സഫറിങ് വില്ലേജ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ഹല്ലേലൂയ അവിടെ ഒരു സിംഹാസനമുണ്ട്. അതിന് ചുറ്റും ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന മറ്റ് 24 സിംഹാസനങ്ങളുമുണ്ട് എന്നുള്ളത് ഒരാശ്വാസമാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ അത് നമ്മൾക്കൊരു ധൈര്യം തരാൻ വേണ്ടി ആയിരിക്കണം ഈ വാക്യം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. യോഹന്നാനെ, നീ ഇത് നീ കാണുന്നത് എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിംഹാസനത്തിൽ ഞാനുണ്ട്, എൻ്റെ പ്രസൻസ് ഉണ്ട്. ഹല്ലേലൂയ. എപ്പോഴും എൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് ദൈവം അവിടെ അരുളി ചെയ്യുക. ഹല്ലേലൂയ. ഒരു കുട്ടി ഒരു ചൈൽഡ് ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഷിപ്പിൽ യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഷിപ്പിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടായപ്പോൾ ഈ കുട്ടി ഇരിക്കുന്ന ഭാഗത്ത് ഉള്ള മറ്റു പാസഞ്ചേഴ്സ് എല്ലാം ഭയപ്പെട്ട് അവരവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഈ കുട്ടി മാത്രം അവന് കളിക്കാനായി ഉള്ള ഗെയിംസ് ഉള്ള ചില പുസ്തകങ്ങൾ കാര്യങ്ങളെല്ലാം ഇവൻ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് അതിലിരിക്കുകയാണ്. അവർ ഈ കൊടുങ്കാറ്റിനോ ഈ കപ്പൽ കിടന്ന് ഇളകുന്നതിനെക്കുറിച്ചോ അവനൊരു ഭാരവും അവന് കണ്ടില്ല. പക്ഷെ അവിടെ മുതിർന്ന പ്രായമുള്ള ഒരു പൗരന് ഈ കുട്ടിയെ ചേർത്ത് പിടിച്ചു നിർത്തി അവൻ മറിഞ്ഞു വീഴാതെ വണ്ണം. എന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ, നിനക്കൊരു ഭയവും ഇല്ലേ? ഈ കപ്പൽ കിടന്ന് ഉലയുന്നത് കണ്ടില്ലേ? ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ? നിനക്കൊരു ഭയവുമില്ലേ? അവൻ പറഞ്ഞു, ഒരു മറുപടിയുണ്ട്. നിങ്ങൾക്കറിയാമോ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആരാണെന്ന്? അതെൻ്റെ ഫാദറാണ്. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആടി ഉലച്ചിലൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, സിംഹാസനം കാലിയല്ല, സിംഹാസനത്തിൽ നമ്മുടെ ദൈവം ഇരിപ്പുണ്ട് എന്ന് നമ്മളൊക്കെയും ചിന്തിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കടലിൻ്റെ തിരയടിക്കുമ്പോൾ അതിൻ്റെ പൊക്കത്തിലാണ് തിരയടിക്കുന്നത്. തിരയടിച്ചാൽ വെള്ളം കലങ്ങും, അതൊരുപാട് പൊക്കത്തിലേക്കെല്ലാം പൊങ്ങും. ഹല്ലേലൂയ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആഴത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വളരെ ശാന്തമായിട്ട് വെള്ളമൊഴുകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഈ കടലിൻ്റെ പൊക്കത്തിലാണ് തിരയടിക്കുന്നത്, അടിയിൽ തിരയില്ല. ഹല്ലേലൂയ. ഇത് നമ്മൾക്ക് തരുന്ന ഒരു പാഠം എന്തെന്ന് വെച്ചാൽ നാം ആഴത്തിലേക്ക് ദൈവത്തെക്കുറിച്ച് നാം ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് നേരിടുന്നതായ നമ്മുടെ സഫറിങ് ഒന്നുമല്ല, നമ്മുടെ മേളിൽ മാത്രമാണ് കാണുന്നത്. എന്നാൽ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒന്നും പേടിക്കുവാനില്ല. ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട് എന്നൊരു ധൈര്യം നമുക്ക് ലഭിക്കുവാൻ ഈയിടെയായി തീരും. ഹല്ലേലൂയ. 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ, സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില്ല്. അവിടെ പറഞ്ഞിരിക്കുന്ന സൂര്യകാന്തവും പത്മരാഗവും എന്ന് പറയുന്നതെല്ലാം കല്ലുകളാണ് എന്ന് നമുക്കറിയാം. അത് വളരെ മനോഹരമായ അത് റിഫ്ലക്ഷൻ തരുന്ന, വളരെ മനോഹരമായ കളറുകളോട് കൂടിയുള്ള റിഫ്ലക്ഷൻ തരുന്ന കല്ലുകളാണ് അത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഇരിക്കുന്നവന് അവൻ കാഴ്ചയ്ക്ക് വളരെ മനോഹരനാണ് എന്ന് ഇവിടെ കാണിക്കുകയാണ്. സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. ഹല്ലേലൂയ. ചില കല്ലുകളുണ്ട്. ഈ കല്ലുകളിൽ എവിടുന്നെങ്കിലും ഒരു റേസ് തട്ടിയാൽ ഈ കല്ല് വളരെ തിളങ്ങുവാനിടയായിത്തീരും. അതിനകത്തു നിന്ന് വളരെ മനോഹരമായ പലതരത്തിലുള്ള കളറുകളുള്ള റേസുകൾ പുറപ്പെടുവാനിടയായിത്തീരും. അത് കാണുവാൻ വളരെ ഭംഗിയാണ്. അപ്രകാരമുള്ള ആ മനോഹരമായ കല്ലുകളോട് സദൃശമായ ഒരുവൻ, സൂര്യകാന്തത്തോട് സദൃശനായ ഒരുവൻ സിംഹാസനത്തിൻ്റെ അതുകൂടാതെ സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില്ലും കാണുവാൻ ഇടയായിത്തീർന്നു. ഈ പച്ചവില്ല് എന്തുവാണെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9:13 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ വായിക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 9:13 മുതൽ 17 വരെ. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും.
ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്നും ദൈവം നോഹയോട് അരുളി ചെയ്തു. ആമീൻ. ഹല്ലേലൂയ. നമുക്കറിയാം, അരാരത്ത് പർവ്വതത്തില് നോഹ കുടുംബവും കയറിയ പെട്ടകം ഉറച്ചപ്പോൾ അവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ താഴെ ഇറങ്ങി ഹല്ലേലൂയ എല്ലാ ഭൂചര ജന്തുക്കളെയും പറവുകളെയും എല്ലാം നിങ്ങൾ സ്വതന്ത്രരാക്കുക, നിങ്ങളും സ്വതന്ത്രമായി ജീവിക്കുക എന്ന് തുടങ്ങിയ കുറേ ഉപദേശങ്ങളെല്ലാം അവർക്ക് നൽകി. ഹല്ലേലൂയ. പക്ഷെ നോഹ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കി ദൈവത്തിന് അതിനകത്തുനിന്ന് നല്ല മൃഗങ്ങളെ നോക്കി യാഗമർപ്പിച്ചു. ദൈവം അതിൻ്റെ സൗരഭ്യവാസനം മണക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അതിനുശേഷം ദൈവം ഇപ്രകാരം പറഞ്ഞു, ഇനി ഞാൻ നമ്മളിപ്പോൾ വായിച്ചു കേട്ട വാക്യങ്ങൾ, ഇനി ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല. ദൈവത്തിന് മരിച്ചുപോയ ജനങ്ങളോട് സഹതാപം തോന്നി. ഹല്ലേലൂയ. അവരുടെ പാപത്തിൽ ജീവിച്ചതുകൊണ്ട് അവരോട് ദൈവം എത്രയോ വർഷം അവരോട് നോഹ മുഖാന്തരം അരുളി ചെയ്തു, ഇവിടെ ഒരു വലിയ പ്രളയം വരാൻ പോകുന്നു, നിങ്ങൾ പെട്ടകത്തിലേക്ക് കയറ്. ഹല്ലേലൂയ. അത് തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ വലിയൊരു ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് വരുന്നു. അതിനു മുമ്പേ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കയറ്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക. ഹല്ലേലൂയ. അത് കേൾക്കാത്ത കുറേ ജനങ്ങൾ, അവരെല്ലാം നശിച്ചു പോയി. എന്നാൽ ദൈവം ഒരു പ്രതികാര ബുദ്ധിയോടെ അല്ല അവരെ കണ്ടത്, സഹതാപത്തോടെയാണ്. തൻ്റെ ജനങ്ങൾ, തൻ്റെ മക്കൾ മരിച്ചു പോയി, അവർ മണ്ണടിഞ്ഞു പോയി, അതിലുള്ള സഹതാപത്തോടു കൂടിയാണ് ദൈവം അവരെ നോക്കുന്നത്. ദൈവം അന്ന് ഹല്ലേലൂയ തീരുമാനിച്ചു, ഇനി ഇപ്രകാരം ഞാൻ ജനങ്ങളെ നശിപ്പിക്കുകയില്ല. അവിടെ ആ ദൈവത്തിൻ്റെ മേഴ്സിയാണ് കാണുന്നത്, അവൻ്റെ കരുണ, അവൻ്റെ സ്നേഹമാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. അത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല. ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ ചുറ്റും ഒരു പച്ച വില്ല് അവിടെ ദൈവം വെച്ചിരിക്കുക. ഹല്ലേലൂയ. പച്ച മരതകത്തോട് സദൃശമായ പച്ചവില്ല്. ഹല്ലേലൂയ. ആ പച്ച മരതകം പോലുള്ള ഒരു പച്ച വില്ല് ദൈവം അവിടെ വെച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സിംഹാസനത്തിനടുത്ത് തന്നെ ദൈവം അതെപ്പോഴും ഓർക്കുകയാണ്. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന മനുഷ്യരെ ഇന്നും, ക്രൂരരായ മനുഷ്യരെ ഇന്നും ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്നതിൻ്റെ മെയിനായ കാരണം ദൈവത്തിൻ്റെ സഹതാപം ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. നാം വിചാരിക്കും ഇത്രയ്ക്കും ക്രൂരത കാണിക്കുന്ന മനുഷ്യര് ഹല്ലേലൂയ, എന്തോ ക്രൂരതയൊക്കെ മനുഷ്യർ കാണിക്കുന്നത്. ഹല്ലേലൂയ. അവരെയൊക്കെ ഇപ്പോഴും ദൈവം നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം ഹല്ലേലൂയ, ദൈവം അവരോട് ഇപ്പോഴും സഹതപിക്കുക. നീ ഹല്ലേലൂയ പെട്ടകത്തിലേക്ക് കയറ്, നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് കയറ് എന്ന് ദൈവം അവരോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെയുള്ളവർ, അവർ ഹല്ലേലൂയ അവരെ കൊന്നുകളഞ്ഞത്, സുവിശേഷ വിരോധികളായിട്ടുള്ളവർ അവരെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. അവർ സുവിശേഷം കഴിഞ്ഞ് അവർ തളർന്ന് അവരുടെ വാഹനത്തിൽ ഉറങ്ങുമ്പോൾ ഈ ഗ്രഹാം സ്റ്റെയിൻസിനെ വിളിച്ചുണർത്തി അദ്ദേഹത്തെ വെട്ടി. ഹല്ലേലൂയ. അദ്ദേഹത്തെ 5-6 വെട്ടി വീഴിച്ച്. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ ഇത് കണ്ട്, 2 കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്, ഈ കുഞ്ഞുങ്ങൾ ഇത് കണ്ട് ഭയന്ന് കരഞ്ഞ് നിലവിളിക്കുക. എന്നിട്ട് ഈ ഗ്രഹാം സ്റ്റെയിൻസിനെ വലിച്ചിറക്കി താഴെ കൂട്ടിയിട്ടിരിക്കുന്ന തീയിലേക്ക് എടുത്തിട്ടു. അദ്ദേഹം വേദനയോടെ ഹല്ലേലൂയ ആ തീയിൽ കിടന്ന് മരണവെപ്രാളം കൊള്ളുമ്പോൾ ഇവർ അവരുടെ ദേവനെ ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇവർ ശൂലം കൊണ്ട് കുത്തിയെടുത്ത് ഹല്ലേലൂയ ഈ തീക്കകത്ത് കൊണ്ട് ഇടുവാനിടയായി തീർന്നു. ഈ 2 കുഞ്ഞുങ്ങളെയും തീക്കകത്ത് ശൂലം കൊണ്ട് കുത്തിയെടുത്ത് ഈ തീക്കകത്ത് കൊണ്ടിടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ തീയിൽ കിടന്ന് അവർ വെന്തു മരിക്കുവാൻ ഇടയായി തീർന്നു. ആലോചിക്കുമ്പോൾ എന്തോ ക്രൂരതയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അത്ര ക്രൂരത ചെയ്തവരോടും ഹല്ലേലൂയ ദൈവം ക്ഷമിക്കുവാൻ തയ്യാറായി ആ പച്ച വില്ല് അവിടെ ഇപ്പോഴും നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. നീ സുവിശേഷത്തെ വിശ്വസിക്കുക, നീ ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക എന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യത്തെ പറയുന്നത്, സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ഹല്ലേലൂയ.
ഇത് കുറച്ചൊക്കെയും പല തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു വാക്യമായത് ഹാലേലൂയ, അല്ലെങ്കിൽ പലതരത്തിൽ ഓരോരുത്തർ ചിന്തിക്കുന്ന ഒരു കാര്യമായത് ഈ 24 മൂപ്പന്മാരെ കുറിച്ച്. ഹാലേലൂയ. പ്രധാനമായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് 12 ട്രൈബിൽ നിന്ന് 12 ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രങ്ങളുടെ തലവന്മാരായിട്ടുള്ള 12 പേരും, അതുപോലെ പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരെ 12 പേരും, അങ്ങനെ 12 24 പേര് എന്ന ഒരു ചിന്തയുണ്ട്. ഹാലേലൂയ. അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. ഹാലേലൂയ. രണ്ടാമതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്നവരിൽ ഉള്ള 24 പേര് എന്ന ഒരു ചിന്തയുണ്ട്. ഹാലേലൂയ. അങ്ങനെ ഒരു വ്യൂ. ഇനി മൂന്നാമത്തെ വ്യൂ എന്ന് പറയുന്നത് ഇത് 24 മാലാഖമാരാണ്, 24 ഏഞ്ചൽസ് ആണ് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. തീർച്ചയായിട്ടും ഇത് ഏഞ്ചൽസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഇത് ഇവിടെ കാണുന്ന 24 മൂപ്പന്മാർ അവരുടെ പാപങ്ങളിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ട് റെഡീം ചെയ്തിട്ട് ഹാലേലൂയ കിരീടങ്ങൾ പ്രാപിച്ചവരാ. കാരണം ഇവരുടെ തലയിലെല്ലാം കിരീടങ്ങളുണ്ട്. അപ്പോൾ ഇവർ 24 പേര് കിരീടങ്ങൾ പ്രാപിച്ചവരാ, 24 പേര് റെഡീം ചെയ്തവരാ. ഏഞ്ചൽസിനാണെങ്കിൽ അവർ റെഡീം ചെയ്യേണ്ടതായ ആവശ്യമില്ല. ഹാലേലൂയ. അവർ കിരീടം പ്രാപിച്ചവരുമല്ല. ഹാലേലൂയ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കർത്താവായ യേശുക്രിസ്തുവിനാൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമേറ്റ് രക്ഷിക്കപ്പെട്ട് വിടുവിക്കപ്പെട്ട് വന്ന് ഈ കിരീടം പ്രാപിച്ചിട്ടുള്ള 24 പേരായിരിക്കണം ഇത് എന്നുള്ളതാണ് ഹാലേലൂയ ഒരു ശരിയായ ധാരണയായിട്ട് പലരും പറയുന്നത്. ഹാലേലൂയ. അപ്പോൾ റെവലേഷൻ 5:9 കൂടെ ഒന്ന് വായിക്കാമല്ലോ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ അതുപോലെ വേറെ ഒരുപാട് വാക്യങ്ങളുണ്ട്. നമ്മൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങിയവർ, അവൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരായിട്ടുള്ള പുതിയ നിയമസഭയിലുള്ള വിശുദ്ധന്മാർ, ഒരുപക്ഷെ ഈ 12 അപ്പോസ്തലന്മാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പൗലോസിനെ പോലുള്ളവരൊക്കെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഏത് രീതിയിലുള്ള രക്തസാക്ഷിത്വമാണ് വരിച്ചത്. മറ്റുള്ള അപ്പോസ്തലന്മാരും അങ്ങനെയല്ലേ വരിച്ചത്. ആ കൂട്ടത്തിൽ ഈ ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നില്ല. ഹാലേലൂയ. അതുപോലെ വേറെ പലരും ഹാലേലൂയ കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്ത, കർത്താവിന് വേണ്ടി വേല ചെയ്ത് എത്രയോ പേരുണ്ട്. പോളികാർപ്പിനെ പോലെയുള്ളവർ, അതുപോലെ അനേകരുണ്ട്. ഹാലേലൂയ. അങ്ങനെയുള്ളവരിൽ നിന്നുള്ള ഒരു 24 പേരായിരിക്കും ഈ കിരീടം ധരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് എന്ന് കരുതുവാനുള്ള സാധ്യതയുണ്ട്. ഹാലേലൂയ. ഇനി സിംഹാസനത്തിൽ നിന്നും 5-ാമത്തെ വാക്യം, മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ ആ വലിയ മജസ്റ്റി, കർത്താവിൻ്റെ വലിയ അധികാരം, കർത്താവിൻ്റെ ആ സോവറിനിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഹാലേലൂയ. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശം, 2-ാം ജീവി കാളയ്ക്ക് സദൃശം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശം. ഹാലേലൂയ. ഇവിടെയും ഹാലേലൂയ പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് കാണുവാൻ കഴിയും. ഹാലേലൂയ. ചിലർ പറയും ഇത് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ് ഈ 4 ജീവികളെന്ന് പറയുന്നത്. ഹാലേലൂയ. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് നമുക്കറിയാം. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സർവശക്തൻ, സർവ്വവ്യാപി, സർവ്വജ്ഞാനി, അതുപോലെ അഗപ്പെ ലവ് പോലെ യേശുവിൻ്റെ അല്ലാതെ മറ്റാരിലുമില്ല. ഹാലേലൂയ. അങ്ങനെ ഈ 4 ക്വാളിറ്റി കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ഒരു ഭാഗം പറയുന്നു. ഹാലേലൂയ. ഈ ആദ്യം കണ്ടത് സിംഹത്തിൻ്റെ മുഖമുള്ളത്. ഹാലേലൂയ. രണ്ടാമത് കണ്ടത് കാളയുടെ മുഖമുള്ളത്.
മൂന്നാമത് മനുഷ്യൻ്റെ മുഖമുള്ളത്, നാലാമത് കഴുകിൻ്റെ മുഖമുള്ളതിനെ കണ്ടത്. ഹല്ലേലൂയ. അതിൽ ലയൺ, സിംഹം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ രാജാവ്. ഹല്ലേലൂയ. അവനിൽ ആ സിംഹത്തിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മജസ്റ്റിയാണ് കാണിക്കുന്നത്, അധികാരത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ആ സിംഹത്തിൻ്റെ മുഖം മജസ്റ്റി. കാളയുടെ മുഖം, കാള എന്ന് പറഞ്ഞാൽ അതൊരു ഡൊമസ്റ്റിക് അനിമലാണ്. നമുക്കറിയാം, വീട്ടിൽ വളർത്തുന്ന ഒരു അനിമൽ. അത് തന്നെയുമല്ല, അത് വളരെ പേഷ്യൻസ് ഉള്ളത്, അത് പല പണിക്കായിട്ട് അതിനെ ഉപയോഗിക്കുന്നു, ലേബർ ചെയ്യുന്നു, മനുഷ്യർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി മനുഷ്യൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജീവികളെക്കാളും ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരാളാണ് മനുഷ്യന്. ഹല്ലേലൂയ. അവന് ബുദ്ധിയുണ്ട്. അപ്പോൾ മറ്റുള്ള മൃഗങ്ങളെക്കാളും മറ്റുള്ള ക്രീച്ചേഴ്സിനേക്കാളും ഗ്രേറ്ററാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മുഖം. ഹല്ലേലൂയ. അവന് ഇൻ്റലിജൻസ് ഉണ്ട്. ഹല്ലേലൂയ. റാഷണൽ പവർ ഉണ്ട് മനുഷ്യൻ്റെ മുഖത്തിന്. ഹല്ലേലൂയ. നാലാമത് ഈഗിള് ഓൾവേസ് എപ്പോഴും അവൻ പൊക്കത്തിൽ പറന്ന് നടക്കുന്ന, ഉയരത്തിൽ പറന്ന് നടക്കുന്ന ഒരു ക്രീച്ചറാണ് ഈഗിൾ എന്ന് പറയുന്നത്. അത് കാണിക്കുന്ന സോവറിനിറ്റി ആൻഡ് സുപ്രീമസിയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ലയണുണ്ട്, കാഫുണ്ട്, അതുപോലെ മനുഷ്യനുണ്ട്, ഈഗിളുണ്ട്. ഈ നാല് തരത്തിലുള്ള ജന്തുക്കളെ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അത് ലയൺ, മത്തായി സുവിശേഷം എഴുതിയപ്പോൾ സിംഹത്തിൻ്റെ സദൃശ്യത്തിലാണ് അവിടെ ആ സുവിശേഷം എഴുതുവാൻ ഇടയായി തീർന്നത്. അതായത് കർത്താവായ യേശു യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് എന്നൊരു കൺസെപ്റ്റിലാണ് മത്തായിയുടെ സുവിശേഷം എഴുതുവാൻ ഇടയായി തീർന്നത്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം വന്നപ്പോൾ കാളയ്ക്ക് സദൃശമായ രീതി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ ഹീസ് എ സെർവൻ്റ് ഓഫ് ജെഹോവ. ഹല്ലേലൂയ. യഹോവയുടെ ഒരു ദാസനാണ്. ഹല്ലേലൂയ എന്ന രീതിയിലാണ് മർക്കോസ് സുവിശേഷം എഴുതിയത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ മുഖം കാണുന്നത് കാളയുടെ മുഖമാണ്. ഹല്ലേലൂയ. അതുപോലെ മനുഷ്യൻ, ഹല്ലേലൂയ, മനുഷ്യൻ്റെ മുഖമുള്ള ജന്തു എന്ന രീതിയിലാണ് ലൂക്കോസ് സുവിശേഷം എഴുതിയത്. ലൂക്കോസ് അവിടെ വളരെ വ്യക്തമായിട്ട് തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഹീസ് എ സൺ ഓഫ് മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സൺ ഓഫ് മാൻ. ഹല്ലേലൂയ. മനുഷ്യൻ ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ഈഗിള് അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ കഴുകിൻ്റെ മുഖമാണ് അവിടെ ആ സുവിശേഷത്തിൽ കാണുവാൻ ഇടയായി തീർന്നത്. ഹീ ഈസ് എ ഡിവൈൻ സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ലൂക്കോസ് സൺ ഓഫ് മാൻ എന്ന് എഴുതിയപ്പോൾ യോഹന്നാൻ സൺ ഓഫ് ഗോഡ് എന്ന് എഴുതുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുപോലെ ഈ 4 ജീവികൾ അവിടെ വർഷിപ്പ് ചെയ്യുക, രാവും പകലും വർഷിപ്പ് ചെയ്യുക. അതിന് ഒരു സ്റ്റോപ്പില്ല, അതിനൊരു ഇൻ്റർവെല്ലില്ല. നമ്മളൊക്കെ ആണെങ്കിലും ചായ കുടിക്കാനൊരു സമയം വേണം, ചോറുണ്ണാനൊരു സമയം വേണം, ഉറങ്ങാനൊരു സമയം വേണം. ഇതൊന്നുമില്ലാതെ ഈ 24 hours ഈ 24 മൂപ്പന്മാരും രാപ്പകലില്ലാതെ ഹല്ലേലൂയ രാവും പകലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഹോൾ യൂണിവേഴ്സ് ദൈവത്തെ ഈ രാവും പകലും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറണം. ഹല്ലേലൂയ. ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. ദൈവത്തെ കൂടുതൽ പഠിക്കുവാനൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. നാം ഇവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഇവിടെ രാത്രിയാണെങ്കിൽ അവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ പകലുണ്ട്, അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊള്ളും. അങ്ങനെ ഓൾ യൂണിവേഴ്സ് പകലില്ലാതെ ഇടതടവില്ലാതെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. കാരണം ഇവിടെ 24 മൂപ്പന്മാർ അവരങ്ങനെയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അവർ പകലില്ലാതെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവർ സ്തുതിക്കുമ്പോൾ കാണുന്ന മറ്റൊരു പ്രത്യേകത 24 മൂപ്പന്മാരും 10ാമത്തെ വാക്യമാണ്. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. അവർ നമസ്കരിച്ചപ്പോൾ അവർ വീണ് നമസ്കരിച്ചു. ഹല്ലേലൂയ. അതുപോലെ അവർ തലയിൽ വെച്ചിരിക്കുന്ന സിംഹാസനം
അവിടെ താഴെ വെച്ചിട്ടാണ് അവർ ദൈവത്തെ നമസ്കരിക്കുന്നത്. ഈ സിംഹാസനം എന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്ന കിരീടം, ആ കിരീടം താഴെ വെച്ചിട്ടാണ് അവർ ദൈവത്തെ നമസ്കരിക്കുന്നത്. ഈ കിരീടം എന്ന് പറയുന്നത് അവരുടെ അച്ചീവ്മെൻ്റ്. ഹല്ലേലൂയ. അവർ ഭൂമിയിലായിരുന്നപ്പോൾ അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ നേടിയതായി കിരീടം. ഹല്ലേലൂയ. അവരുടെ പ്രവൃത്തി കൊണ്ട് നേടിയതായി കിരീടം. ഹല്ലേലൂയ. പലരും കരുതും തങ്ങളുടെ വിദ്യാഭ്യാസം ഒരു യോഗ്യതയാണെന്ന്. പലരും കരുതും തങ്ങൾ അനേക വർഷക്കാലം പാസ്റ്റർമായിരിക്കുന്നത് ഒരു യോഗ്യതയാണ് എന്ന് കരുതും. ഹല്ലേലൂയ. അതുപോലെ ചിലർ കരുതും ഞാൻ ഇതിന് മാത്രം ഈ ലോകപ്രശസ്തനായ ഒരു വ്യക്തി ആയതുകൊണ്ട് അതായിരിക്കും തൻ്റെ ഗുണമെന്ന് വിചാരിക്കും. ഹല്ലേലൂയ. ചിലർ കരുതും ഞാൻ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണ് എന്ന് കരുതും. ഹല്ലേലൂയ. ഇതൊന്നുമല്ല. ഇതെല്ലാം വേൾഡിലി നമ്മൾ നേടിയ അച്ചീവ്മെൻ്റാണ്, വേൾഡിലി ഉണ്ടാക്കിയതായ കാര്യങ്ങളാണ്. ഇതൊന്നും ഹല്ലേലൂയ അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ വേണ്ടത് നാം ഈ വേൾഡിൽ നിന്നും നേടിയതായിട്ടുള്ള നമ്മുടെ എല്ലാ അച്ചീവ്മെൻറ്റും, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ എഡ്യൂക്കേഷന്, നമ്മുടെ അറിവ്, മറ്റുള്ളവരോട് പെരുമാറാനുള്ള ചിന്തകൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ ആവശ്യമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ വേണ്ടത് അവനെ മഹത്വപ്പെടുത്തി അവനെ നമസ്കരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ നമസ്കരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കലൊരു കുട്ടി തൻ്റെ പിതാവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുവാനിടയായി തീർന്നു. ഒരു കൊച്ചുകുട്ടി അവന് എന്ത് ഗിഫ്റ്റ്, വിലയേറിയ ഗിഫ്റ്റ് കൊടുക്കാൻ, അവന് എന്തോ ചെറിയൊരു സാധനം കൊടുത്തു. തൻ്റെ ഫാദർ വന്നു കഴിഞ്ഞപ്പോൾ അവൻ കൊടുത്തു. ഡാഡി ദിസ് ഇസ് മൈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അവൻ കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ പിതാവിനറിയാം അതിനകത്ത് വാല്യുബിളായിട്ടുള്ള ഒന്നും കാണുകയില്ലെന്നറിയാം. എങ്കിലും അദ്ദേഹം അത് വാങ്ങി അവന് ഒരുപാട് ചുംബിക്കുവാനിടയായി തീർന്നു. അവൻ കൊടുത്ത ഗിഫ്റ്റിൻ്റെ പിന്നിലുള്ള ആ വാല്യൂ അല്ല അദ്ദേഹത്തിന് വേണ്ടത്. അദ്ദേഹത്തിന് വേണ്ടത് അവൻ തനിക്ക് തരുവാൻ തോന്നിയ അവൻ്റെ മനസ്സാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയം. നമ്മൾ അവനെ നമസ്കരിക്കുക. മറ്റുള്ളതൊന്നും അവന് വേണ്ട. അവന് വേണ്ടത് ഈ മൂപ്പന്മാർ നമസ്കരിക്കുന്നത് പോലെ അവൻ്റെ മുന്നിൽ ആ കിരീടങ്ങളെ താഴെ വെച്ചും കൊണ്ട് അവനെ നമസ്കരിക്കുവാൻ മനസ്സുള്ളവരായി തീരണം. അതിനായി ഈ വാക്യങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ.